അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇറ്റ്സ് റിയലി നൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, വാച്ചിന് നല്ല സ്റ്റാൻഡേർഡ് കൊടുക്കും. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. അവർ ഹാപ്പി ഫേസിലെ വൺ മോർ വാച്ച് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എ വാച്ച് ഇറ്റ് ഈസ് ഫുള്ളി പാക്ഡ് വിത്ത് പാട്രിയോട്ടിസം. ഫുള്ളി പാക്ഡ് വിത്ത് പാട്രിയോട്ടിസം. നമ്മുടെ ഇന്ത്യയുടെ കാർഗിൽ വാർ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് DWC ഡൽഹി വാച്ച് കമ്പനി റിലീസ് ചെയ്ത വായു എന്ന വാച്ചിനെ കുറിച്ചാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് റിവ്യൂ തരുന്നതും. വായു 3.0 അതാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര്. റിയലി ഞാൻ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വാച്ചാണ്. കാരണം ഈ വാച്ച് കണ്ടപ്പോൾ മുതൽ എനിക്കിത് എങ്ങനെയെങ്കിലും കയ്യിലാക്കണം എന്ന് വെയിറ്റ് ചെയ്തു. കാരണം ഇത് 4000 പീസായിട്ടാണ് അവർ എത്രയോ ടൈം ബീയിങ്ങിൽ വെച്ചിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി, എങ്ങനെയെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹിച്ച വാച്ചുകളിലൊന്നാണിത് വായു. DWC ഡൽഹി വാച്ച് കമ്പനിയുടെ വായു 3.0. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അൺബോക്സിങ് അതിലേക്ക് ആദ്യം കിടക്കും, ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. ഇതെനിക്ക് വന്നത് ഇങ്ങനെ ഒരു കാർഡും ഇതേപോലെ ഒരു ബബിൾ റാപ്പ്. ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. തുറക്കുമ്പോൾ ഇത് എനിക്ക് ഒരു വീഡിയോ എടുക്കണം, ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഇത് കാണുമ്പോഴുള്ള ഫീലിങ്സ് എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് ഇതേപോലെ വെച്ച് വന്നു. ഇതൊരു പൗച്ച് ബാഗിലിട്ടിട്ടായിരുന്നു ഞാനത് നേരെ എടുത്തു. ഇത് തുറന്നിട്ടില്ല ഇതുവരെ. എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്കൊന്ന് പോവാം. ഓക്കെ, സോ ഗായ്സ് ഇതിൻ്റെ ഒരു ലീഫ്ലെറ്റ് ഇതിലുണ്ട്. ഫുൾ ഹിസ്റ്ററി ഓഫ് കാർഗിൽ വാർ DWC എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ക്ലിയർലി പറയുന്നുണ്ട്. കാർഗിൽ വാറിൻ്റെ ഒരു ഫുൾ ബ്രീഫിംഗ് ഇതിലുണ്ട്. ഇതിൻ്റെ പിക്ചർ ഞാൻ എന്തായാലും ഷോർട്സിൽ ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് വായിച്ച് ഇത് എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആ പാക്കേജ്. നമ്മൾ തുറക്കുന്നു. സോ അങ്ങനെ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ആസ്പദമാക്കിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് DWC ഇറക്കിയ ഒരു സീരീസ് ഓഫ് വാച്ചാണിത്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇവന്ന് നമ്മൾ മാറ്റി വെച്ചു. ആ പാക്ക് വന്നിരിക്കുന്നു. പാക്കിൻ്റെ ഒപ്പം അവിടെ ഒരു QR കോഡ് സ്കാനറുണ്ട്, യൂസേഴ്സ് മാനുവൽ, അത് നമ്മൾ സൈഡിലേക്ക് വയ്ക്കാം. എന്നിട്ട് കെയർ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും കാര്യങ്ങളും. DWC 2024 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നമ്പർ 17 സ്ക്വാഡ്, അതായത് ഗോൾഡൻ ആരോ എന്ന് നിക്ക് നെയിമുള്ള ഒരു ട്രൂപ്പിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു വാച്ചാണിത്. DWCയുടെ വായു 3.0. ഓക്കെ, ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ. അവർ 1-2 വേർഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും ചെറിയ ചേഞ്ചുകൾ വരുത്തി അവർ ഇറക്കിയിട്ടുള്ളത്. അതിനത് വാച്ച് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ക്ലോത്ത് വന്നിട്ടുണ്ട്, അത് ഇതിൻ്റെ ഒപ്പം അവർ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. ഇത് നമുക്ക് ഈ വാച്ച് അല്ലെങ്കിൽ വേറെ ഏത് വാച്ച് ക്ലീൻ ചെയ്യാൻ കണ്ടു. DWCയുടെ ഒരു ലോഗോ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. ഇത് നമുക്ക് എല്ലാ വാച്ചും ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ മടക്കി ലെറ്റ് us കീപ്പ് ഇറ്റ് സൈഡ് ബൈ. ഇനി ദി എക്സൈറ്റ്മെൻറ്റ് ഈസ് ഗോണ ഗെറ്റ് എൻഡ് ഓവർ ഹിയർ. നമ്മളിത് ഓപ്പൺ ആക്കുന്നു. ഇത് കാണാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഇരിക്കുന്നു. ഓ മൈ ഗാഡ്, സി, ഓ മൈ ഗാഡ്. നമ്മൾ വാച്ച് നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഇതാണ് അതിൻ്റെ കവറിങ് ഇത് വരുന്നത്, പൗച്ച് അല്ലെങ്കിൽ കവർ എന്ന് പറഞ്ഞു വരുന്നത്. DWC വായു ഗോൾഡൻ ആരോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നമ്പർ 17 സ്ക്വാഡ്, അതിൻ്റെ നിക്ക് നെയിമായിരുന്നു ഗോൾഡൻ ആരോ. അവരെ അനുമോദിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഇതിന് വാറൻറ്റി കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇറ്റ്സ് ജസ്റ്റ് നോർമൽ വാറൻറ്റി കാർഡ്, ബട്ട് ഇതിൽ 1 ഇയർ വാറൻറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഫറൻസ് നമ്പറും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ വേറൊരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. സ്റ്റിൽ ഇതിൻ്റെ ഇൻവോയ്സും ബില്ലുള്ളതുകൊണ്ട് നമുക്ക് അത് ത്രൂ ആവും, ഇത് നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റും. നൈസ് ഒരു വെൽവെറ്റ് ടൈപ്പ് ഒരു കവറാണുള്ളത്. അതിൽ നോക്കുമ്പോൾ നമ്മളിത് താഴെ നമ്മുടെ വായു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി നൈസ് യാർ. അതിൻ്റെ ഒരു ലുക്കും അതിൻ്റെ ഒരു ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പ് സംതിങ് അതെടുത്തു. അതിൽ നിന്ന് എടുക്കുമ്പോൾ ഓ ഇറ്റ്സ് കൂൾ. ഏരോ തന്നെ റൺ ചെയ്യുന്നത് കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ, ഏരോ മൂവ് ചെയ്യുന്നത്, ആ ഏരോ ആണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഓടുന്നത്. അത് ഇത് നോക്ക്, ആ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ലോഗോ ഇല്ലേ, അത് കാണുമ്പോൾ തന്നെ ഫുൾ പാട്രിയോട്ടിസാണ്. നമ്മുടെ ഇങ്ങനെ ബ്ലഡ് തിളയ്ക്കും. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു മൂമെൻ്റാണിത്.
നൈസ് യാ, റിയലി നൈസ്. കണ്ടോ, ഇതിന് നല്ലൊരു നൈസ് ലെതർ സ്ട്രാപ്പ് വരുന്നു. ദേ മിഗ് 21 എയർക്രാഫ്റ്റിൻ്റെ പിക്ചർ ഇവിടെ ഒരു എൻഗ്രേവ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഇവിടെയുണ്ട് മിഗ് 21ൻ്റെ. നമുക്ക് ഏതായാലും ഇനി സ്റ്റിക്കർ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇറ്റ്സ് റിയലി നൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് വാച്ചിന്, നല്ല സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. ഒരു ലെതർ സ്ട്രാപ്പ്, നൈസ് ലെതർ സ്ട്രാപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം DWCയുടെ ഒരു ലോഗോ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെനുവിൻ ലെതർ സൈസ് 20 എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ദിസ് ഇസ് 40 mm സ്റ്റെയിൻലെസ് സ്റ്റീൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കേസാണ് ഇതിനുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 40 mm വാച്ചാണുള്ളത്. സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണുള്ളത്, ആൻറ്റി ഗ്ലെയർ റിഫ്ലക്ഷൻ കോട്ടിങ്. അപ്പോൾ ഇതിനത്ര ആ ഒരു ഫിനിഷിങ് നമുക്ക് കാണാം. ഈ ഒരു പ്ലെയിൻ ഡൈയിൽ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളറ് ഇത് വരുന്നുണ്ട്, ഡൈൽ വരുന്നുണ്ട്. പിന്നെ ഏരോ സെക്കൻഡ് സൂചി ഇത് എങ്ങനെ ഒഴുകുകയാണ്, ആ ഒരു ഏരോ എങ്ങനെ ഇറ്റ്സ് റണ്ണിങ്. ഇതിന് 2 ഫേസാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക് ഫേസ് വരുന്നുണ്ട്, ഒന്ന് വൈറ്റ് ഫേസ് വരുന്നുണ്ട്. വൈറ്റ് വരുന്നത് ആക്ച്വലി ചെയിനിലാണ് വരുന്നത്, ബ്ലാക്ക് വരുന്നതാണ് സ്ട്രാപ്പിൽ വരുന്നത്. ബ്ലാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിഷൻ മിഗ് 21 ഫ്ലൈറ്റിൻ്റെ നൈറ്റ് മിഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഈ ബ്ലാക്ക് കളർ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചെയ്യുന്നത് ഡേ മിഷനെ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് സ്ട്രാപ്പിൽ വരുന്നതിന് ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം അവിടെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വേ. ഇത് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഏത് ഹോളിലാണോ ഇത് സെറ്റ് ആവേണ്ടതെന്ന് വെച്ചാൽ ആ ഹോളിൽ നമ്മൾ ഇവനെ സെലക്ട് ചെയ്ത് നമ്മളിത് ലോക്ക് ചെയ്യുമ്പോൾ അത് ലോക്കായി. പിന്നെ നമുക്കിത് ഈസിലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. സോ ഡൺ. ഇതാണ് അതിൻ്റെ പ്രോപ്പർ വേ ഓഫ് മേക്കിംഗ് ഇറ്റ് ബക്കിൾഡ് എന്ന് പറയാം. ഇതൊരു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണ്. ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ പറയാൻ കുറച്ച് ലേറ്റായി. ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വാച്ചാണ് വിത്ത് 41 hours ഓഫ് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതായത് നമുക്കൊരു 41 hours നമുക്ക് യൂസ് ആകുമ്പോൾ ഇത് ബാറ്ററി ബാക്കപ്പിൽ വർക്ക് ചെയ്യും. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ലെറ്റ് മീ റിമൂവ് ദാറ്റ് ഓൾസോ, എന്നാലും നമുക്കിതിന് ഫുൾ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മുടെ മിഗ് ഫ്ലൈറ്റ്, ഇവിടെയും അവർ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങളിത് കയ്യിലെടുക്കണം, അപ്പോഴാണിത് ശരിക്കും നമുക്ക് ഫീൽ ആവുക. കണ്ടോ, ഇവിടെ ആ ഒരു എയർക്രാഫ്റ്റ് അവർ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് റിയലി നൈസ് യാ. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ കേസ് ഒരു ബ്രഷ്ഡ് ഫിനിഷാണ് നമുക്ക് ഈ സൈഡിലെല്ലാം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വിത്ത് ബ്രഷ്ഡ് ഫിനിഷാണ് വരുന്നത്. ഇതിന് നൈറ്റ് ടൈം ഒരു ഗ്ലോസി ഉണ്ട്, ലൂമിനാർ ഗ്ലോസി ഫിനിഷാണ് ലൈറ്റ് ഡാർക്കിൽ വരുന്നത്. അതായത് ഈ ഡിജിറ്റ്സും ഇതെല്ലാം ഗ്ലോ ചെയ്യും. ആൻഡ് മെയിൻ തിങ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ബാക്കിൽ കാണാവുന്ന ഈ ഒരു ഫീല് തന്നെയാണ് ഇതിൻ്റെ. ഈ മിഗ് ഫ്ലൈറ്റ് കാർഗിൽ മൗണ്ടൻസിന് മേലെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ആ ഒരു ലുക്ക് കാണിക്കാണ്ടല്ലോ, അത് ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് യു ക്യാൻ സീ ദി നമ്പർ 2083. അതാണ് ഈ വാച്ചിൻ്റെ നമ്പർ. ഞാൻ പറഞ്ഞില്ലേ 4000 പീസസ് ഉണ്ടാക്കുന്നു, അതിൽ 2083 അതാണ് എൻ്റെ വാച്ചിൻ്റെ നമ്പർ. 2083ാമത്തെ പീസാണിത്. സോ മാൻ, എന്തെന്നാ പറയുക, വേറെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാനും കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരി നാളത്തെ ഒരു വെയിറ്റിങ്ങിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു വാച്ചാണ് ഇത്. ഇത് കയ്യിലെടുക്കാനുള്ളൊരു മൂമെൻ്റ് ആയിട്ടില്ല. ഞാൻ എന്തായാലും കാർഗിൽ വാർ മെമ്മോറിയൽ ഡേയിൽ തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, വിജയ് ദിവസം അന്ന് തന്നെ ഞാനിത് കയ്യിൽ കെട്ടുള്ളൂ. അതുവരെ ഞാനിത് ബോക്സിൽ തന്നെ എടുത്ത് വയ്ക്കും. നോ വേർഡ്സ് അറ്റ് ഓൾ. ഇതിൻ്റെ ആ മൂമെൻറ്റ് കാണുമ്പോഴും ഇതിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോഴും റിയലി ഇറ്റ്സ് എ മൂമെൻറ്റ്. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് തന്നെയാണ് എനിക്ക് ഈ ഒരു വാച്ച് കയ്യിൽ വെക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ ഒത്തിരി ഇനി എക്സ്പ്രസ് ചെയ്യാനില്ല. എനിക്ക് ആ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലോഗോ ഉള്ളൊരു വാച്ച് കയ്യിൽ കെട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, റിയലി ഗ്രേറ്റ്. അപ്പോൾ ഞാൻ ഒത്തിരി ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. Thanks for watching. See you next time. Bye.